നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിലെ ഈ അപകടം ഉണ്ടായ സ്ഥലത്തു നിന്ന് ഏറ്റവും അപ്പുറത്തേക്ക് തൊട്ടടുത്ത ദുരന്ത സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഏറ്റവും പ്രയാസമേറിയ കാര്യം ഇവിടുത്തെ ഈ ബ്രിഡ്ജ് തകർന്നു പോയതാണ്. ഇപ്പോൾ ഈ ബ്രിഡ്ജ് പട്ടാളം ഒരു താൽക്കാലിക ബ്രിഡ്ജ് സാധ്യമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ പ്രമോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും ഈ ദുരന്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നതിന് ശേഷമുള്ള ഏറ്റവും ശുഭകരമായ കാഴ്ച എന്ന് പറയാൻ പറ്റുന്നത് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. അപ്പുറത്തേക്ക് യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകാൻ ആളുകൾക്ക് പോകാനൊക്കെയുള്ള ഏറ്റവും പ്രയാസമായിരുന്ന സംഗതി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മതിയായ സംവിധാനങ്ങൾ ഇല്ല എന്നാണ്, യാത്രാ സൗകര്യം ഇല്ല എന്നുള്ളതായിരുന്നു. ബ്രിഡ്ജ് തകർന്നു പോയതുകൊണ്ട് ഇന്നിപ്പോ 2 ദിവസത്തെ പ്രയത്നം കൊണ്ട് അവരത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ബെയിലി പാലം ആളുകൾ ഇപ്പോൾ വല്ലാതെ ഇവിടേക്ക് വരികയും ഇത് കാണുകയും ഇതിന്റെ ആശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മഹേഷ് എൻ്റെ ഉണ്ട്. മഹേഷ്, ഈ ബെയിലി പാലം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയായിരുന്നു. എങ്ങനെയാണ് ഇത് നിർമ്മാണം പൂർത്തിയാക്കുക? പ്രത്യേകിച്ച് 10-20,000 കിലോ വഹിക്കാൻ ശേഷിയുള്ള ഒരു പാലം 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുക, അത് ദീർഘദിവസത്തേക്ക് ഇവിടെ നിലനിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറേയധികം കൗതുകത്തിന്റെ എലമെന്റ് ഉണ്ട്. ഒപ്പം അതിന്റെ ഒരു എഫിഷ്യൻസി എന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്താണ്? അതായത് ഇതിന്റെ ഒരു നിർമ്മാണ രീതിയെക്കുറിച്ച് ഞാൻ പറയാം. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന്റെ ഈ 2 വശത്തും കാണുന്ന ഗഡറുകൾ, അങ്ങനെ ഒരു 10 അടി നീളമുള്ള ഗഡറുകൾ 17 എണ്ണം ചേർത്ത് വെച്ചാണ് നിഷാദ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ പാലം നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇതിന് സമീപത്തൂടെ വാഹനങ്ങൾ, ഫോറസ്റ്റിന്റെ വാഹനങ്ങൾ, ഉറപ്പുള്ള വാഹനങ്ങൾ, ഭാരമുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഈ നിർമ്മാണത്തിൽ ഈ ഗഡറുകൾ ഉറപ്പിച്ച ശേഷം, ഒരു വശത്ത് ഉറപ്പിച്ച ശേഷം ഇതിങ്ങനെ പതിയെ നീക്കി ഒരു റോളറിന്റെ മുകളിൽ വെച്ച് ഈ പാലം നീക്കി അപ്പുറത്ത് കൊണ്ടുപോയി കണക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം വലിയ എന്താ പറയാ, ഈ ഭാഗത്ത് വലിയ കുത്തൊഴുക്കുണ്ട്, വലിയ പുഴയാണ്. അപ്പൊ ആ പുഴയുടെ മേലെ ഇത് ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. അപ്പൊ അതിനുള്ള ബലം അവിടെ കൊടുത്താണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അത്ഭുതമാണ്. ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ലോക്ക് ചെയ്ത് നമ്മൾ സാധാരണ കാണുന്ന പാലത്തിലുള്ള പോലെ ഈ തൂണുകളില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് നിഷാദ്, ഈ ഭാഗത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൂണുകളില്ല എന്നതിനേക്കാൾ ഉപരിയായി ഇതിന്റെ ഉറപ്പ് ഈ ഭാഗത്ത്, ഇതിന്റെ തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് അല്പം വിചാരിച്ചത്ര ഒരു നീളമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതെ. അവിടെ സാധാരണ രീതിയിൽ വലിയ ദൂരം ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മാത്രം മതി. പക്ഷേ ഇതിനകത്ത് ഒരു പില്ലർ മാത്രമാണ് ഘടിപ്പിച്ചത്. അതിങ്ങനെ നീക്കിയ ശേഷം അവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുന്നു. അതിനുശേഷം ആ റോളർ എടുത്ത് മാറ്റുന്നു. എന്നിട്ട് അത് ജാക്കി ഉപയോഗിച്ച് താഴ്ത്തത് ഇത് ഭൂമിയിലേക്ക് പതിപ്പിച്ചങ്ങ് വെക്കുന്നു. എന്നിട്ട് അതിന് മുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം കൊണ്ടുവെക്കുന്നു. വലിയ അഭിമാനം തോന്നിയ ഒരു കാര്യം പറയട്ടെ നിഷാദ്, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല നമ്മളെ സൈനികർ. അവർക്ക് ഇവിടെ കട്ടൻ ചായ കൊടുത്തും അവർക്ക് വേണ്ട അത്യാവശ്യ ഭക്ഷണങ്ങൾ കൊടുത്തും വലിയ യന്ത്രസാമഗ്രികളും ഉപകരണങ്ങളും തോളിലേറ്റി നടന്ന സന്നദ്ധ പ്രവർത്തകർ, ഇന്ത്യൻ സൈന്യത്തോടൊപ്പം തന്നെ നിന്ന സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുള്ള, ഒപ്പം സൈനികർ ഒന്ന് ഇരുട്ടി കൊടുത്തപ്പോഴേക്കും നമുക്കൊരു പാലം വന്നില്ലേ. ആ പാലത്തിന് മുകളിലൂടെ നമ്മുടെ വാഹനങ്ങൾ അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് തുടങ്ങിയില്ലേ, മുണ്ടക്കയിലേക്ക് നമ്മുടെ വാഹനങ്ങൾ അങ്ങോട്ട് എത്തിയില്ലേ. അപ്പോൾ ഈ വേഗം കൂടും. ഇതൊരു അത്ഭുതമാണ്. ഒരല്പം അഭിമാനത്തോടു കൂടിയല്ലാതെ ഈ നിമിഷം, ഈ ദുരന്തത്തിന്റെ വലിയ സങ്കടമുള്ള നിമിഷത്തിലും ഒരല്പം അഭിമാനത്തോടെ അല്ലാതെ എനിക്കും നിഷാദിനും ഇവിടെ നിൽക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഇതിന്റെ എൻട്രൻസിൽ കാണുന്നത് പട്ടാളം അവരുടെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമുള്ള അവരുടെ അഭിമാനവും അവരുടെ വിജയവും പങ്കുവെക്കുന്നതിന്റെ മൊമെന്റ്സ് ആണ് കാണുന്നത്. അവിടുത്തെ ഈ പട്ടാളക്കാർ മുഴുവൻ അവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അവര് അവിടെ നിന്നുള്ള അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സന്നദ്ധ പ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ പട്ടാളത്തിന് ജയ് വിളിക്കുന്നത് കാണാം. എന്തായാലും വലിയൊരു പ്രയത്നം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവിടുത്തെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതായിരുന്നു. അത് പൂർത്തിയാക്കിയിരിക്കുന്നു സൈന്യം. ഇനി മുതൽ അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ പാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത.